സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സിനിമയിൽ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചുവെന്ന പരാതിയിലാണ് നടി ശ്വേതാ മേനോനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തോപ്പുംപടി സ്വദേശി മാർട്ടിൻ മേനാച്ചേരി എന്നയാളാണ് പരാതിക്കാരൻ. താരസംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ശ്വേത അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനിടെയാണ് ഈ നടപടി എന്നതുകൂടി ശ്രദ്ധേയമാണ്. കേസ് ശ്വേതാ മേനോന്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയുക തന്നെ വേണം. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഇന്നലെ അരുൺ ശങ്കർ ഈ മാർട്ടിൻ എന്നയാളുടെ പ്രതികരണം തേടിയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും എൻ്റെ പരാതിക്ക് ഒരു ബന്ധവുമില്ല, അതിനൊക്കെ മുമ്പേ ഞാൻ പരാതി നൽകിയതാണ്. ഇങ്ങനെയൊരു പരാതി നൽകാൻ എന്താണ് ചേതോ വികാരം എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് കൃത്യമായൊരു മറുപടിയൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തോ പെട്ടെന്നൊരു വെളിപാട് തോന്നിയതുപോലെയാണ് ഇങ്ങനെ ഒരു പരാതി കൊണ്ടുപോയെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സെൻസർ ബോർഡുണ്ട്, അതിനൊക്കെ അനുസൃതമായി ഇറങ്ങിയ സിനിമകളാണ്, അതിലെ രംഗങ്ങൾ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എത്ര അബദ്ധമാണ് ഈ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാകും. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പരാതിക്ക് പിന്നിൽ വന്നിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയുള്ള എന്തെങ്കിലും കളികളാണോ? എന്താണ് ഈ നടക്കുന്നത്? അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നതാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നേരത്തെ പരാതിക്കാരൻ സൂചിപ്പിച്ചതുപോലെ ഇത് അത്തരം നീക്കങ്ങളൊന്നുമല്ല. അത്തരത്തിൽ താൻ പരാതി കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടന്നു എന്ന് പറയുമ്പോഴും ഇതിൻ്റെ പശ്ചാത്തലമായി ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് തങ്ങളുടെ മുന്നിൽ വന്ന ഒരു പരാതിയല്ല, മറിച്ച് കോടതിയിൽ പോയി കോടതി ഫോർവേഡ് ചെയ്ത് തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു പരാതിയാണ്. സ്വാഭാവികമായിട്ടും അതിൽ നിയമപരമായി FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നതാണ് നിർദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പരാതി, ഒരു പെറ്റീഷൻ, ആ പെറ്റീഷൻ ഫോർവേഡ് ചെയ്ത് പോലീസിന് മുന്നിലേക്ക് വരുമ്പോൾ അതിൽ FIR ഇട്ട് അതിൻ്റെ അലിഗേഷനിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ 5(3), അതോടൊപ്പം തന്നെ IT ആക്ടിലെ 67 സബ്സെക്ഷൻ A ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമായിട്ടൊരു പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസിന് നിയമപരമായി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ ശ്വേതാ മേനോൻ മത്സരിക്കുകയാണ്. നേരത്തെ ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന് അമ്മയ്ക്കകത്ത് ഒരു വിഭാഗം ശക്തമായ നിലപാടെടുത്തിരുന്നു. നേരത്തെ ബാബുരാജ് മത്സരരംഗത്തേക്ക് വന്നപ്പോഴടക്കം ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് അല്ലെങ്കിൽ മാറുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് അത് അകത്ത് വലിയ തോതിലുള്ള ചരടുവലികൾ നടക്കുന്നു. അതിൻ്റെ നിലയിലുള്ള ഇടപെടലാണോ ഇതെന്ന് സംശയിക്കത്തക്ക കാരണം ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന അദ്ദേഹം ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ പരാതി നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എനിക്കൊരു വാദമുണ്ടാകുമ്പോഴാണല്ലോ ഈ നിയമം പരിശോധിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ എത്രയോ നടന്മാർക്കെതിരെ അദ്ദേഹം ഉന്നയിക്കേണ്ടി വരും. ഇതെല്ലാം ഇപ്പോൾ അവരഭിനയിച്ച പരസ്യമാകട്ടെ സിനിമയാകട്ടെ അതൊക്കെ നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ, സെൻസർ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ കടന്നാണ് ആളുകളിലേക്ക് എത്തുന്നത്. പിന്നെ അത് പുതിയ കാലത്ത് ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ പലരും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്തുകൊണ്ട് ശ്വേതാ മേനോനെതിരെ മാത്രം അദ്ദേഹത്തിന് ഈ ഒരു ധാർമ്മിക ചിന്ത, സന്മാർഗിക ചിന്തയൊക്കെ ഉണ്ടായി എന്നത് അത്ഭുതത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയൂ. രാഗിൻ, അത്തരം ഒരുപാട് ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സിനിമാ സംഘടനയ്ക്കകത്ത് നിന്നടക്കം ഇക്കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഇപ്പോൾ ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ടുള്ള കേസിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പറയേണ്ടതാണ്, ഇപ്പോൾ മെമ്മറി കാർഡ് വിവാദം വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. മെമ്മറി കാർഡ് അന്ന് ഷൂട്ട് ചെയ്തിരുന്നു, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഷൂട്ട് ചെയ്തിരുന്നു. ആ കാർഡ് എവിടെ? അത് കൊണ്ടുപോയത് കുക്കു ആണെന്നൊരു വിഭാഗം പറയുന്നു, എന്നാൽ അത് കുക്കുവിൻ്റെ കയ്യിലില്ല എന്ന് മറുവിഭാഗം പറയുന്നു. അത്തരം ചർച്ചകളും ഇതിനോടൊക്കെ നടക്കുന്നുണ്ട്. കുക്കു മത്സരിക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. അപ്പോൾ ഈ ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്ന് ഒരു വിഭാഗം നിലപാടെടുക്കുന്നു. അതിനുശേഷം മറ്റു പലരും വരുന്നു, അവർക്കെതിരെയും